CMRL എക്സാലോജിക് ഇടപാടിൽ ED അന്വേഷണം ആദ്യ LDF സർക്കാരിലേക്കും നീളുന്നു. കരിമണൽ കമ്പനിക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നതിലാണ് അന്വേഷണം. എക്സാലോജിക് ഉടമ വീണ ടിയെ മൂന്നാം തവണ ചോദ്യം ചെയ്യാനായി ED ഉടൻ നോട്ടീസ് നൽകും. CMRL എക്സാലോജിക് ഇടപാടിലെ ED അന്വേഷണം വീണ ടിയിലേക്ക് മാത്രം ഒതുങ്ങില്ല. വീണയ്ക്ക് CMRL കരാർ നൽകാനുള്ള കാരണം തേടിയാണ് ED അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ആ അന്വേഷണം എത്തി നിൽക്കുക ഒന്നാം പിണറായി സർക്കാരിലും. കരാറിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് ED വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിൽ ആദ്യ LDF സർക്കാരിന്റെ കാലത്ത് CMRLന് ഏതെങ്കിലും വഴിവിട്ട സഹായമുണ്ടായോ എന്നും അതിന്റെ പ്രത്യുപകാരമാണോ എക്സാലോജിക്കുമായുള്ള കരാറെന്നും അന്വേഷിക്കും. 2 തവണ ED ചോദ്യം ചെയ്തെങ്കിലും വീണ ടിയുടെ മൊഴികളിൽ ഇപ്പോഴും പൊരുത്തക്കേടുകളുണ്ട്. CMRL നിന്ന് ലഭിച്ച 2.78 കോടിയുടെ വിനിയോഗത്തിലടക്കം കൃത്യമായ മറുപടികളില്ല. ജൂലൈ 2ാം വാരത്തോടെ വീണ്ടും വിളിപ്പിക്കുമെന്നാണ് വിവരം. SFIO രേഖകളടങ്ങിയ 26,000 പേജുകൾ ഇഴകീറി പരിശോധിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL അധികൃതരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. വിവാദ ഡയറിയിലെ പേരുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രാഥമിക അന്വേഷണത്തിലേക്ക് ED ഉടൻ കടക്കുമെന്നാണ് വിവരം. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.